ഷിയാസ്കിക്ക് തോന്നുന്നുണ്ട് ഈ പ്രാവശ്യം താമര കേരളത്തിൽ മൊത്തം വിരിയും എന്ന്. കുളത്തിൽ വിരിയും, കേരളത്തിൽ വിരിയും. ഈ ഷിയാസ് കരീമിന് ശ്രീമാൻ പന്നിയോടുള്ളത് തീർത്തും വിശുദ്ധമായിട്ടുള്ള വെറുപ്പാണ്. അതായത് ഈ പന്നി തീറ്റ വർജിക്കണമെന്നാണ് ഷിയാസിനോട് കിതാബ് അല്ലെങ്കിൽ പരിശുദ്ധ പുസ്തകം പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ പുസ്തകം പറയുമ്പോൾ അത് പരിശുദ്ധ നിർദ്ദേശമാണ് അല്ലെ? അച്ചടക്കമുള്ള അനുയായി എന്ന നിലയിൽ ഷിയാസ് കരീമിന് പരിശുദ്ധിയോടുകൂടി പരിപാലിച്ച് ആദരിക്കേണ്ടതായിട്ടുള്ള നിർദ്ദേശമാണത്. ആ നിലയിൽ പന്നികളോട് ഷിയാസ് കരീം വെച്ചു പുലർത്തുന്ന വെറുപ്പ് വിശുദ്ധ വെറുപ്പല്ലേ? വിശുദ്ധ പുസ്തകത്തിന്റെ നിർദ്ദേശാനുസരണം ആചരിക്കുന്ന വിശുദ്ധ വെറുപ്പ്. നമ്മൾ പഠിച്ച കിതാബിൽ അത് കഴിക്കാൻ പാടില്ലാന്ന് ഖുറാനിൽ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഞാനത് കഴിച്ചാനേ. ഷിയാസ് കരീമിന്റെ ആ വിശുദ്ധ വെറുപ്പ് തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്നുള്ളതാണ് പോങ്ങന്റെ ഒരു പക്ഷം. ഈ പോങ്ങന് പറയാനുള്ളത് BJPയും ബീഫും തമ്മിലുള്ള ബന്ധത്തെ പറ്റി നമ്മുടെ ഷിയാസ് വെച്ചു പുലർത്തുന്ന തെറ്റിദ്ധാരണയെ കുറിച്ചാണ്. പക്ഷെ അതിനു മുന്നേ മറ്റൊന്ന് ബാക്കിയുണ്ട്. അതെ, അത് തന്നെ. അപ്പോൾ ജാതി മത വർഗവർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യേ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാം തരം നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഷിയാസ് കരീമിനെ അറിയാത്തവർ കുറവായിരിക്കും, അല്ലെങ്കിൽ അയാളെ അറിയാതിരിക്കുക എന്നത് തന്നെ ഒരുവന്റെ കുറവായിട്ടാണ് പോങ്ങൻ കാണുന്നത്. അത് ഫണ്ണാണ്. ബലാത്സംഗം, പിന്നെ ഇതുള്ള കാലം വരെയും ഈ കേസ് ഉണ്ടാവും. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ, ഹാപ്പി മൂമെന്റ്, നിർബന്ധിത ഗർഭഛിദ്രം, വഞ്ചന മുതലായിട്ടുള്ള സുകുമാര കലകളിൽ വൈദഗ്ധ്യം തെളിയിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്ത് ആദരിച്ചിട്ടുള്ള ഒരുവനാണ് ഷിയാസ്. ഇത് തുടരും. പത്രങ്ങളൊക്കെ അത് വാർത്തയായി പറഞ്ഞിട്ടുണ്ട്. ദൃശ്യമാധ്യമങ്ങൾ ചലച്ചിത്ര രൂപത്തിൽ അത് അന്തരീക്ഷത്തിൽ കലർത്തിയിട്ടുമുണ്ട്. അല്ലാതെ ഞാൻ വെറുതെ പരദൂഷണം പറയുന്നതല്ല കേട്ടോ. ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ ഷിയാസ് കരീം പിടിയിൽ. ഗൾഫിൽ നിന്നെത്തിയ ഷിയാസിനെ ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ചാണ് പിടികൂടിയത്. എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുത്ത് സ്വന്തം സൈദ്ധാന്തിക ഭിന്നശേഷിയും അതുപോലെ തന്നെ പേശിമുറ്റിയിട്ടുള്ള കായിക ശേഷിയും ഒന്നുപോലെ മലയാളികൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയിട്ടുള്ള ഒരു സുന്ദര കിഴങ്ങനുമാണ് അദ്ദേഹം. ഈ പേശീബലം മസ്തിഷ്കത്തിന് ഇല്ല എന്നത് കുറവായിട്ടല്ല കേട്ടോ പോങ്ങൻ പറഞ്ഞത്. അതുപോലെ ബിഗ് ബോസ് പരിപാടിയിൽ പങ്കെടുത്ത് വിജയിയായിട്ടുള്ള അനുമോൾ എന്ന് പറയുന്ന കലാകാരിയെ ബീഫ് തിന്നാൻ പ്രേരിപ്പിക്കുകയും അതിന് വിസമ്മതിച്ച അനുമോളോട് നീ BJP ആണോ എന്ന് ചോദിക്കുകയും ചെയ്തതാണ് ഷിയാസ് കരീമിനെ മുഖ്യ കഥാപാത്രമാക്കിക്കൊണ്ട് നാവാടാൻ ഈ പോങ്ങനെ പ്രേരിപ്പിച്ച ഘടകം. ഞാൻ മനഃപൂർവ്വം ചോദിച്ചത് എന്ത്, ഈ BJP ജോയിൻ ചെയ്തോ? അതാണ് ബീഫ് കഴിക്കാത്ത. ഈ ബീഫും BJPയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ഹരിത കേരളത്തിലെ ഏതൊരു സുടുക്കിടാവിനുമുള്ള അറിവ് തന്നെയാണ് ഷിയാസ് കരീമും കൊണ്ടു നടക്കുന്നത്. ആ ബന്ധത്തെ പറ്റി പക്ഷേ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ BJPയോ അതല്ലെങ്കിൽ സംഘികളോ ശ്രമിക്കുന്നതായി പോങ്ങൻ കണ്ടിട്ടില്ല. എന്തായാലും ഗോമാതാവിന്റെ മക്കൾ എന്ന നിലയിൽ സുടുക്കിടാങ്ങൾ കാണുന്ന സംഘികൾ ബീഫ് സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കേൾക്കുന്നുമില്ല. ഏറിയാൽ നീ സുഡാപ്പി അല്ലേടാ, അതുമല്ല നിനക്ക് പോർക്ക് തിന്നാൻ പറ്റുമോടാ എന്ന ചോദ്യത്തിൽ അവർ അതങ്ങ് വിട്ടുകളായി. ബീഫ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയാരെന്നറിയാം ഉള്ള BJP-കാരൻ. ഈ സുഡുക്കളോട് പറഞ്ഞ് സമയം കളഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ചിന്ത കൊണ്ടാവാം സംഘികൾ ഈ ബീഫ് വിഷയത്തിൽ ശാസ്ത്രീയമായി പ്രതികരിക്കാത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെന്തായാലും പോങ്ങന് സമയം എമ്പിടിയുണ്ട്. അതുകൊണ്ട് അണ്ടകടാഹത്തിലെ സകലമാന പശുക്കൾക്കും വേണ്ടി ഷിയാസിയൻ കാഴ്ചപ്പാടുള്ള വിശുദ്ധ പന്നി വെറുപ്പന്മാരോട് സ്വല്പം ബീഫ് കാര്യം ഈ പോങ്ങൻ പറയാം. ഹൈന്ദവർ ഒരിക്കലും ബീഫ് വിരുദ്ധരല്ല. BJP-കാർക്കും ബീഫ് വിരുദ്ധതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബീഫിന് ഗോമാംസം എന്നൊരു അർത്ഥമില്ല എന്ന് അവർക്കറിയാമെന്ന് തോന്നുന്നു. അതറിയാത്ത ഹൈന്ദവരും സംഘികളും ഒക്കെ തീർച്ചയായിട്ടും കണ്ടേക്കാൻ കേട്ടോ. അപ്പോൾ അവരുടെ കൂടി അറിവിലേക്കാണ് പോകരുത് പറയുന്നത്. ഈ ചിക്കൻ കറി കോഴി മാംസക്കറി ആകുന്നത് പോലെ, മട്ടൻ കറി ആടുമാംസക്കറി ആകുന്നത് പോലെ, പോർക്ക് കറി പന്നി മാംസക്കറി ആകുന്നത് പോലെ ബീഫ് കറി എന്നാൽ പശുമാംസക്കറി ആകുന്നില്ല എന്ന് പറയുന്ന സത്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ബീഫ് കറി എന്നാൽ കന്നുകാലി ഇറച്ചിയിൽ പാകം ചെയ്യുന്ന ഇറച്ചിക്കറി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. കാള, മൂരി, പോത്ത്, എരുമ, പശു മുതലായിട്ടുള്ള കാലിവർഗമാണ് ഈ ബീഫിന് വേണ്ട മാംസം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് പശുവിറച്ചിയും ബീഫിന്റെ പരിധിയിൽ വരും എന്നല്ലാതെ ബീഫ് എന്നാൽ പശുവിറച്ചി എന്ന് മാത്രമല്ല അർത്ഥം. പന്നിയിറച്ചി, പന്നിയിറച്ചിയില്ലേ നല്ല കപ്പയിട്ടിട്ട് പന്നി ഒലത്തി കഴിച്ചാൽ അടിപൊളിയാകും. ചവയ്ക്കാതെ തന്നെ പന്നി ഇറച്ചിയുടെ കൊതിപ്പിക്കുന്ന രുചി അറിയാൻ കഴിയുന്ന ഒരു കൊടും സിദ്ധനാണല്ലോ നമ്മുടെ ഈ ഷിയാസ് കരീം. അങ്ങനെ തിന്നാതെ തന്നെ പന്നിയുടെ രുചി അറിഞ്ഞ നാവുകൊണ്ട് നമ്മുടെ ഈ ഷിയാസ് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം പന്നി ഇറച്ചി കഴിക്കാത്തതെന്ന്. ഖുറാനിൽ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഞാനത് കഴിച്ചാനേ. വിശുദ്ധ മതഗ്രന്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പന്നി ഇറച്ചി തിന്നാൻ പാടില്ല എന്ന് വെച്ചാൽ മതഗ്രന്ഥം പറയുന്നതിനെ മാനിച്ചാണ് ഷിയാസ് രുചികരമായിട്ടുള്ള പന്നി മാംസം വേണ്ടാന്ന് വെക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ സംഘികൾ പശുമാംസം ഭക്ഷിക്കാത്തതിന് പിന്നിൽ മതവിശ്വാസമല്ല ഷിയാസെ, പകരം മാതാവെന്ന വിശ്വാസമാണുള്ളത്. മാതാവെന്ന വിശ്വാസം രണ്ടും രണ്ടാണ്. അമ്മ മക്കളെ പരിപാലിക്കുന്നത് പോലെ
പശുക്കളാൽ പോറ്റപ്പെടുന്ന കുടുംബങ്ങൾ ഇന്നും ഇന്ത്യയിൽ ധാരാളമുണ്ട്. അത് കേമപ്പെട്ട ഒരു കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. മിൽമയുടെ പ്ലാസ്റ്റിക് അകിടിലെ പാല് കുടിക്കുന്ന മലയാളികൾക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും സംഗതി സത്യമാണ്. സ്വന്തമായി പശുവുള്ള ഒരു കുടുംബത്തിന് ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിക്കാനുള്ള അവസരം ആ പശു നിഷേധിച്ചു കളയുകയാണ് ചെയ്യുന്നത്. പശു ഒരു നാണ്യമൃഗമാണ്. പാലായും തൈരായും മോരായും വെണ്ണയായും നെയ്യായും ചാണകമായും മൂത്രമായും ഒക്കെ പശുക്കൾ മനുഷ്യർക്ക് സമൃദ്ധി ചുരത്തുന്നുണ്ട്. ആരോഗ്യവും ഔഷധ ഗുണവും ഒക്കെ പകരുന്നുമുണ്ട്. ഒക്കെ പോട്ടെ, ഇറാനിലെ യുദ്ധം പ്രമാണിച്ച് പാചകവാതകത്തിന് ക്ഷാമം നേരിട്ട അനുഭവം നമ്മൾ മലയാളികൾക്കുണ്ടല്ലോ. വീടിനോട് ചേർന്ന് തൊഴുത്തും അതിൽ 2 പശുക്കളും ഉണ്ടായിരുന്നു എങ്കിലെന്ന് തലയ്ക്ക് വെളിവുള്ള കുറച്ച് പുരാതന മലയാളികളെങ്കിലും അപ്പോൾ ചിന്തിച്ചിരിക്കാമെന്ന് പറയുന്ന ചിന്ത ഇപ്പോൾ പോങ്ങന്റെ ഉള്ളിലുണ്ട്. അതായത് 2 പശുവിന്റെ ചാണകം കൊണ്ട് അത്യാവശ്യം പാചകവാതകം നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്നുമില്ലെങ്കിലും ചാണകം ഉണക്കി വരളിയാക്കിയാൽ പോലും അടുപ്പ് പുകയ്ക്കാം. എന്തായാലും പശു മനുഷ്യർക്ക് ഉപകാരം മാത്രമേ ചെയ്യുന്നുള്ളൂ ഷിയാസെ. ഇനി പശുവിനെ അമ്മയായി കാണുന്നവർക്ക് എരുമയെ കുഞ്ഞമ്മയായും ആടിനെ ചെറിയമ്മയായും ഒക്കെ കണ്ടുകൂടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ പശു ചുരത്തുന്നത് പോലെ ചുരത്താനുള്ള അകിട് ശേഷി നമ്മുടെ ആടിനില്ല. അതുപോലെ തന്നെ ഈ എരുമപ്പാലിനേക്കാൾ കൊഴുപ്പും പ്രോട്ടീനും ഒക്കെ സ്വല്പം കുറഞ്ഞ പശുവിൻ പാല് തന്നെയാണ് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാനാവുന്നതെന്ന് പറയുന്ന ഒരു വിചാരം എനിക്കുണ്ട്. ദഹിക്കാനും എളുപ്പം പശുവിൻ പാലാണെന്ന് കേട്ടിട്ടുണ്ട്. മാത്രവുമല്ല എരുമയ്ക്കും പോത്തിനുമൊക്കെ ഷിയാസ് കരീമിന്റെ ഒരുതരം സ്വഭാവവുമാണ്. അങ്ങനെ എങ്ങനെ നോക്കിയാലും പശുക്കൾ എല്ലാം തികഞ്ഞ ഒന്നാന്തരം നാണ്യമൃഗങ്ങളാണ്. അതിൽ ഒരു സംശയവും വേണ്ട ഷിയാസെ. ഗുണം മാത്രം പകരുന്ന ഒന്നിനെ ചേർത്ത് നിർത്താനുള്ള കഴിവ് മനുഷ്യരുടെ അതിജീവന ബുദ്ധിയുടെ ഭാഗമാണ് എന്ന് പറയുന്ന കാര്യം ഷിയാസ് കൃത്യമായിട്ടും ഓർത്തിരിക്കണം. കൊല്ലങ്ങളോളം ഒരു പശു കുടുംബം പോറ്റും, കൊല്ലങ്ങളോളം പോറ്റും. സ്വാഭാവികമായും നന്മയുള്ള മനുഷ്യർ അതിനെ അമ്മയായി കണ്ടു പരിപാലിക്കും. അതിന് വളർത്തു ഗുണമെന്നും പറയാം. സംഘികൾ പശുവിനെ മാതാവായി കാണുമ്പോൾ ഷിയാസനന്മാരായിട്ടുള്ള പുസ്തകപ്പുഴുക്കൾ പശുവിനെ മാംസമായി മാത്രം കാണും. അതിനെ വളർത്തു ദോഷമെന്നും പറയാം. മതഗ്രന്ഥം വിലക്കിയ പന്നികൾക്കു പകരം കാഫിറുകൾ മാതാവായി കാണുന്ന പശുവിൽ ഷിയാസനന്മാർ പന്നിയിറച്ചി ദർശിക്കും. കൊല്ലങ്ങളോളം സമൃദ്ധി ചുരത്തുന്ന പശുവിനെ തല്ലിക്കൊന്ന് ഒറ്റ ദിവസം കൊണ്ട് തിന്നു തൂറിക്കളയാൻ ഷിയാസനന്മാർക്ക് യാതൊരു മനപ്രയാസവുമില്ല. അല്ലെങ്കിൽ മനപ്രയാസം ഉണ്ടാവാനുള്ള ബുദ്ധിയും ഷിയാസനന്മാരുടെ മണ്ടയിലില്ല. എന്തായാലും തിന്നു തൂറാനുള്ള കൊതിയോടെയും മാംസം വിറ്റ് കാശാക്കാനുള്ള അത്യാഗ്രഹത്തോടെയും പശുവിനെ കട്ടുകൊണ്ടു പോകുന്നവരെ ഉത്തരേന്ത്യക്കാരായിട്ടുള്ള പശു ഉടമകൾ കയ്യോടെ പിടികൂടുന്നുണ്ടാവാം. ആ പശുക്കള്ളന്മാരെ തൊണ്ടി സഹിതം പിടിക്കുമ്പോൾ പശു ഉടമകൾ അവരെ ഉദാരമായി മർദ്ദിക്കുന്നുണ്ടാവാം. അടിയുടെ അളവ് കൂടിയാൽ ചിലപ്പോൾ പരിക്കിൽ മാത്രം പശുക്കള്ളന്മാർ ഒതുങ്ങില്ല, അവർ പരേതരായി തീരാം. തൊണ്ടി സഹിതം കയ്യിൽ കിട്ടിയാൽ കള്ളനെ ഉപദേശിച്ച് നേരം പോക്കുന്ന നാട്ടുകാർ ഒരു നാട്ടിലും ഉണ്ടാവില്ലല്ലോ, അല്ലെ? ഒന്നും വേണ്ടല്ലോ, കള്ളു കുടിച്ചതിന്റെ പേരിൽ മാത്രം ഇപ്പോ ഞാൻ ഈ സംസാരിക്കുന്നതിന് തൊട്ടു മുന്നേ നമ്മുടെ വിഴിഞ്ഞത്ത് ഒരു യുവാവിനെ 4 പേർ ചേർന്ന് മർദ്ദിച്ചു കൊന്നു. ഉത്തർപ്രദേശിൽ മാത്രമല്ല ഈ തല്ലിക്കൊല നടക്കുന്നത്. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ധാരാളം നടക്കുന്നുണ്ട്. ഇപ്പൊ വിഴിഞ്ഞത്ത് സംഭവിച്ചത് കള്ളനായതുകൊണ്ടല്ല, കള്ളു കുടിച്ച് ബഹളമുണ്ടാക്കി തല്ലുകൊണ്ട് ചത്തു. കള്ളനായിട്ടായാലും കള്ളു കുടിച്ചിട്ടായാലും തല്ല് മേടിച്ച് ചാവുക എന്ന് പറയുന്നതും തല്ലിക്കൊല്ലുക എന്ന് പറയുന്നതുമൊക്കെ നമ്മുടെ നാടിന്റെ പരിഷ്കൃത ബുദ്ധിക്കൊട്ടും ചേർന്ന പണിയല്ല. അത് കൊല്ലുന്നവരും ഓർക്കണം, ചാവാൻ നടക്കുന്നവരും ഓർക്കണം. എന്തായാലും തൊണ്ടി സഹിതം കയ്യിൽ കിട്ടിയാൽ കള്ളനെ ഉപദേശിച്ച് നേരം പോക്കുന്ന നാട്ടുകാർ ഒരു നാട്ടിലും ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിചാരം, വിശ്വാസം. പശുക്കള്ളന്റെ ജാതിയും മതവും പരതുന്നത് വടക്കേന്ത്യക്കാരുടെ പണിയല്ല ഷിയാസെ. അത് നമ്മൾ പ്രബുദ്ധ മലയാളികളുടെ വിനോദമാണ്. അതായത് സംഘികൾ സമാധാന മതസ്ഥരെയല്ല, പശു ഉടമകൾ അവരുടെ പശുക്കളെ മോഷ്ടിച്ച കള്ളന്മാരെയാണ് സമുചിതം മർദ്ദിക്കുന്നത്. എന്തിന്റെ പേരിലായാലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ മർദ്ദിക്കുന്നത് നല്ല കാര്യമൊന്നുമല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊരു നാട്ടു നടപ്പ് പോലാണ്. കള്ളനെ കയ്യോടെ പിടിച്ചു കഴിഞ്ഞാൽ കൊടുക്കും. കാരണം മനുഷ്യനും മൃഗമല്ലേ. ഇത്രയൊക്കെ നമ്മൾ പരിഷ്കൃത ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആ ഒരു വാസനയുണ്ടല്ലോ, മൃഗവാസന, അത് ഉണരും. അത്രേ ഉള്ളൂ. ജയ് ചിഞ്ചോ. പിന്നെ ജയിൽ ആണുങ്ങൾക്കുള്ളതാണെന്നും മറ്റുമുള്ള ഷിയാസിന്റെ അഭിപ്രായത്തെ പോങ്ങൻ കാര്യമാക്കുന്നില്ല. വിഡ്ഢിത്തം പറയുക എന്നത് വിഡ്ഢികളുടെ ജന്മാവകാശമാണ്. അതുകൊണ്ട് തന്നെ ഷിയാസിന്റെ ആ അഭിപ്രായത്തെ തീർച്ചയായിട്ടും വിമർശിക്കാൻ ഞാൻ യോഗ്യനല്ല. എന്നാൽ പുസ്തകം പറയുന്നത് അനുസരിച്ച് മാത്രമേ ജീവിക്കൂ എന്ന് പറയുന്ന ഷിയാസ് കരീമിന്റെ വെളിപ്പെടുത്തൽ സ്വല്പം ആശങ്കയോടെ മാത്രമേ കുറച്ചെങ്കിലും മലയാളികൾക്ക് കേൾക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു വിചാരം, വിശ്വാസം എനിക്കുണ്ട്. കാരണം ഈ ഷിയാസിന്റെ വിശുദ്ധ പുസ്തകം പറയുന്ന കാര്യങ്ങൾ പച്ച മലയാളത്തിൽ കേരളീയ പൊതുസമൂഹത്തോട് ആരിഫിനെയും ജമാർ മാഷിനെയും അതുപോലെ തന്നെ ജാമിദ ടീച്ചറെയും പോലുള്ള എക്സ് മുസ്ലിങ്ങൾ പറയുന്നത് സമൂഹം കേട്ടു മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ആശങ്ക വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ഒരു പന്നിക്ക് ഷിയാസ് കരീമിന്റെ മുന്നിലൂടെ സധൈര്യം നടക്കാം, അല്ലെ? എന്നാൽ കാഫിറുകളായിട്ടുള്ള മനുഷ്യർ ഷിയാസിന്റെ പരിസരത്തൂടെ നടക്കണമെങ്കിൽ കുറച്ച് കരുതലെടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു വിചാരമാണ് താങ്കൾ ഇപ്പോൾ ഉണർത്തിവിട്ടിരിക്കുന്നത്. കാരണം ഷിയാസ് ഒരു കിതാബ് പ്രേമിയാണ്. അതായത് വിശുദ്ധ വെറുപ്പ് പേറുന്ന ഒരുവൻ. വിശുദ്ധ പുസ്തകത്തിനാണെങ്കിൽ കാഫിറുകളോട് അത്ര പ്രിയവുമില്ല, അല്ലെ? വിശുദ്ധ പുസ്തകത്തെ മാനിച്ച് മാത്രം ജീവിക്കുന്ന, പുസ്തകം പറഞ്ഞത് കൊണ്ട് മാത്രം രുചികരമായിട്ടുള്ള പന്നിയിറച്ചി വേണ്ട എന്ന് വെക്കുന്ന ഷിയാസിന് ഷീ ഈസ് മൈ സിസ്റ്റർ അനുമോൾ
ബഹുദൈവ വിശ്വാസിയായിട്ടുള്ള അനുമോളെ എങ്ങനെ സഹോദരിയായി കാണാൻ കഴിയും? അതായത് പന്നിക്ക് കൊടുക്കുന്ന അതേ പരിഗണനയെങ്കിലും അനുമോൾക്കും കൊടുക്കുന്നതല്ലേ പുസ്തകപരമായി ശരി അല്ലേ? എന്തായാലും പന്നികളെ പോലെ തന്നെ കാഫറുകളായിട്ടുള്ള മനുഷ്യർക്കും ഷിയാസിനെയും കരീമിനെയും ഒക്കെ നിർഭയം സമീപിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വിരിയും കേരളത്തിൽ താമര ഇതെവിടെ? പിന്നെ താമര കേരളത്തിൽ വിരിയില്ല, കുളത്തിലെ വിരിയൂ എന്ന് പറയുന്ന ഷിയാസിന്റെ പരിഹാസം കലർന്ന അഭിപ്രായത്തോട് സ്വല്പം വിയോജിപ്പ് എനിക്കുണ്ട്. കേരള നിയമസഭയിലും സമീപ ഭാവിയിൽ താമര വിരിഞ്ഞിരിക്കും. കാരണം താമരയ്ക്ക് വിരിയാൻ ചെളി ധാരാളമുള്ള കുളം തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. നമ്മുടെ ദ്വിമാറ തസ്കരോത്തമനും ഓന്റെ പാർട്ടിക്കാരും കൂടി കേരളത്തെ കുളമാക്കിയിട്ടുണ്ട് ഇല്ലേ ഷിയാസെ? അതുപോലെ തന്നെ ഷിയാസ് കരീമിനെ പോലുള്ള പുസ്തക പുഴുക്കൾ ചെളിയായി ഈ ഹരിത കുളത്തിൽ അടിഞ്ഞു കിടപ്പുമുണ്ട് ധാരാളമായിട്ട്. അതുകൊണ്ട് ഷിയാസ് കരീമെ മണ്ട നിറയെ ചെളിയുമായി ജീവിക്കുന്ന താനൊക്കെ തന്നെ താമരയ്ക്ക് വേരോട്ടവും വളവും പകർന്ന് ഇവിടെ താമര വിരിയിച്ചിരിക്കും. അതിന് ഹിന്ദുക്കളോ സംഘികളോ ഒന്നും യാതൊരു കഷ്ടപ്പാടും സഹിക്കേണ്ട കാര്യമില്ല. തന്റെയൊക്കെ മണ്ടയിലെ ചെളി കൊണ്ട് താമര വിരിഞ്ഞിരിക്കും. കരീമാണേ സത്യം ഷിയാസെ, കരീമാണേ സത്യം, കരീമാണേ സത്യം.